ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കിൻസ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് Realme 5 Pro എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ റിവ്യൂലോട്ട് കിടക്കുമ്പോഴായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് നമ്മുടെ Realme 5 Pro എന്ന് പറഞ്ഞ ഫോൺ പാക്ക് ചെയ്ത് വന്നത്. ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് Realme 5 Pro എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഈ ബോക്സിൻ്റെ ഒപ്പം എന്തൊക്കെ കിട്ടേണ്ടതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ടും Realme 5 Pro എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു കവറേക്കും കാണാൻ സാധിക്കും. ഇതിനകത്ത് Realme എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ഒരു സിം ഇജക്ടർ ടൂള്, അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്, ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ കിട്ടുന്നത് ഒരു ട്രാൻസ്പാരൻറ്റ് കേസാണ്, അത്യാവശ്യം നല്ലൊരു കേസാണ്, ക്വാളിറ്റിയുള്ള കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഫോണാണ്. അതുപോലെ തന്നെ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫോണാണ്. നമുക്കൊന്ന് ഫോൺ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഒരു ചാർജറാണ്. വൂക്ക് എന്നാണ് ചാർജറിൻ്റെ പേര്. 20 വോൾട്ടിൻ്റെയാണ് ചാർജർ വന്നിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു ചാർജറാണ്. 1 മണിക്കൂർ മതിയാവും നമുക്കൊരു ഫുൾ ചാർജ് ആവാൻ. 1 മണിക്കൂർ വേണ്ട. പിന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡാറ്റ കേബിൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് പരിചയപ്പെടാം. ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ 18 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് സ്പാർക്കിംഗ് ബ്ലൂ ആണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടി അവൈലബിൾ ആണ്, ക്രിസ്റ്റൽ ഗ്രീൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് Realme എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ നോക്കിയാൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ വന്നിരിക്കുന്നത്. ക്യാമറയുടെ സൈഡിലായിട്ട് ഒരു ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫോണിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺ, സിമ്മിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് നോക്കിയാൽ ഒരു സ്പീക്കറും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും മൈക്കും അതുപോലെ തന്നെ 3.5ൻ്റെ ഒരു ഓഡിയോ ജാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫോൺ ഓണായി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലേക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ലോക്കൊന്നും വെച്ചിട്ടില്ല. ഇതിനകത്ത് ലോക്കിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. രണ്ടും ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. നമ്മൾ ഫിംഗർ വെച്ച് അധികം ലാഗൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നതാണ്. അതുപോലെ തന്നെ അവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കളർ OS ആണ്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ ടൈപ്പ് സ്നാപ്ഡ്രാഗൺ 712 ഒക്ടോ കോർ പ്രൊസസ്സറാണ്. ക്ലോക്ക് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ 2.3 GHz വരുന്നുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന റാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB 6GB 8GB ഈ 3 വേരിയൻറ്റിലുള്ള ഫോൺസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 64GB ഇൻറ്റേർണലും അതുപോലെ 128GB ഇൻറ്റേർണലുള്ള വേരിയൻസാണ് അവൈലബിൾ. ഇന്നത്തെ ഒരു യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് പൈ ആണ്. അപ്ഡേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ട് 10 നാളായിട്ടില്ല, അതുകൊണ്ട് ഇതുവരെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി വരുമെന്ന് അവർ പറയുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി MAH നോക്കിക്കഴിഞ്ഞാൽ 4035 MAH ഇതിനകത്ത് ബാറ്ററി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് ഇത്തിരി സ്പീഡിൽ ചാർജ് ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു ഫോണിൽ ഒരു ലാഗൊന്നും വന്നില്ല. നമുക്ക് സ്മൂത്തായിട്ട് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഒരു ലാഗും ഈ ഒരു ഫോണിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ ഫോട്ടോ മോഡാണ് ഇട്ടിരിക്കുന്നത്. വീഡിയോ മോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 720, 1080 അതുപോലെ തന്നെ 4K ഈ 3 റെസൊല്യൂഷനിലിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അൾട്രാ 48 മെഗാ പിക്സൽ എന്നിട്ടൊരു മോഡ് ഉണ്ട്. അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ കിട്ടും. പക്ഷേ അതിനകത്ത് നമുക്ക് സൂം ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനോ സാധിക്കില്ല. നമ്മൾ നോർമൽ ക്യാമറയിലിട്ട് മാത്രമേ നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ സൂമിങ് വന്നിരിക്കുന്നത് 10x ആണ്. അതുകൊണ്ട് നമുക്ക് എന്തോരം വേണമെങ്കിലും സൂം ചെയ്യാം. 5x വരെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും. 10ലേക്ക് കടക്കും തോറും ക്ലാരിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് മോഡുകളുണ്ട്. ക്യാമറയ്ക്ക് ഒരുപാട് സെറ്റിങ്സ്, വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനായിട്ട്. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കാരണം ഞാൻ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഒരു ഫോണായിട്ട് തോന്നി. കാരണം ഞാൻ ഗെയിമിങ്ങിനെ കുറിച്ച് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗെയിം കളിച്ചപ്പോൾ അത്യാവശ്യം ലാഗൊന്നും ഇല്ലാണ്ട് നമ്മൾ പെർഫെക്റ്റ് സ്മൂത്തായിട്ട് ഫോൺ വർക്ക് ചെയ്യണ്ടായിരുന്നു. അത് എത്ര വലിയ ഗെയിം കളിച്ചിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഫോൺ ഓടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗെയിം കളിച്ചപ്പോൾ ഹീറ്റിംഗ് ഒന്നും അധികം വന്നില്ല. നമ്മുടെ നോർമൽ ഹീറ്റിംഗ് തന്നെയായിരുന്നു ഈ ഫോണിനും ഉണ്ടായിരുന്നത്.
പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് പറഞ്ഞത് ക്യാമറ ആയാലും അടിപൊളി ക്യാമറയാണ്. 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത് 48 മെഗാ പിക്സലുള്ള ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ അവരൊരു ഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൈക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു ഫോൺ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.